കൊടുങ്ങല്ലൂർ അഴീക്കോട് ഘനലോഹ മാലിന്യം ഉപയോഗിച്ച് നിലം നികത്തിയതായി ആരോപണം. പരിശോധനയുമായി മലിനീകരണ നിയന്ത്രണ ബോർഡ്. അഴീക്കോട് പുത്തൻപള്ളി ബീച്ച് റോഡിൽ പടിപ്പുരയ്ക്കകത്ത് സബ്നയുടെ ഉടമസ്ഥതയിലുള്ള ഒരേക്കറോളം സ്ഥലമാണ് ഘനലോഹ മാലിന്യം കലർന്ന മണ്ണുപയോഗിച്ച് നികത്തിയത്. പ്രവർത്തനം നിലച്ച എടയാർ ബിനാനി സിങ്കിൽ സംഭരിച്ചിരുന്ന മാലിന്യം കലർന്ന മണ്ണ് വൻതോതിൽ പുറത്തേക്ക് കടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട പരിസരവാസികൾ നടത്തിയ അന്വേഷണത്തിലാണ് അഴീക്കോട് വരെ വന്നെത്തിയത്. സിങ്ക്, ലെഡ്, കാഡ്മിയ, മാംഗനീസ്, കൊബാൾട്ട്, കോപ്പർ, അയൺ, ആഴ്സനിക്, മെർക്കുറി, ക്രോമിയം എന്നിവ അപകടകരമായ അളവിലടങ്ങിയ മണ്ണാണ് ബിനാനി സിങ്കിൽ നിന്നും കൊണ്ടുപോയിട്ടുള്ളതെന്ന ശാസ്ത്രീയ പരിശോധനയിൽ തെളിഞ്ഞു. അഴീക്കോട് നിലം നികത്താൻ ഉപയോഗിച്ച മണ്ണും ഇത്തരത്തിലുള്ളതെന്നാണ് സൂചന. എടയാറിൽ നിന്നും എത്തിയ പരിസ്ഥിതി പ്രവർത്തകരുടെയും അഴീക്കോട്ടെ നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് മെമ്പർ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘം മണ്ണിന്റെ സാമ്പിൾ പരിശോധനയ്ക്കായി ശേഖരിച്ചു. സുരക്ഷിതമായി സംസ്കരിക്കേണ്ട ഘനലോഹ മാലിന്യം തണ്ണീർത്തടം നികത്തുന്നതിനും റോഡ് നിർമ്മാണത്തിനും വ്യാപകമായി ഉപയോഗിച്ചതായി പരിസ്ഥിതി പ്രവർത്തകർ ആരോപിക്കുന്നു. ഇത് എറണാകുളം ജില്ലയിലെ എടയാർ ഇൻഡസ്ട്രിയിൽ പ്രവർത്തിച്ചിരുന്ന പൂട്ടിപ്പോയൊരു കമ്പനിയുണ്ട്, ബിനാനി സിങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് സിങ്ക് ഉൽപ്പാദിപ്പിക്കാനായിട്ട് സിങ്കിൻ്റെ അയിര് കൊണ്ടുവന്നിട്ട് അത് പ്രോസസ്സ് ചെയ്ത് സിങ്ക് എടുക്കുകയും ബാക്കി വരുന്ന അപകടകരമായ രാസമാലിന്യങ്ങൾ, അതിൻ്റെ അനുബന്ധ മാലിന്യങ്ങൾ സൂക്ഷിച്ച് വെച്ചിരുന്ന ഒരു കമ്പനി. ആ കമ്പനി ഇപ്പോൾ ഒരു 11 വർഷമായി പൂട്ടിപ്പോയിട്ട് ഈ അപകടകരമായ മാലിന്യങ്ങൾ അവിടെ വിവിധ പോണ്ടുകളിൽ സൂക്ഷിച്ചിരുന്ന വേസ്റ്റുകളാണത്. അതായത് അപകടകരമായ മാലിന്യങ്ങൾ ഉൾപ്പെടുന്ന വേസ്റ്റുകളാണ്. ആ വേസ്റ്റുകൾ ശാസ്ത്രീയമായി ശുദ്ധീകരിക്കുകയും ആ പ്രദേശത്ത് നിന്ന് മാറ്റുകയും ചെയ്യണമെന്നുള്ള ഒരു കോടതി ഉത്തരവുകൾ ഉൾപ്പെടെ പല പഠന റിപ്പോർട്ടുകളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ കമ്പനിയുടെ കോമ്പൗണ്ടിൽ നിന്ന് ഈ മാലിന്യങ്ങൾ കുറച്ച് നാളുകളായി പുറത്തേക്ക് ഒരു വ്യാജ ഉത്തരവുകളുടെ അടിസ്ഥാനത്തിൽ ഇത് പുറത്തേക്ക് കൊണ്ടുവന്ന് പല സ്ഥലങ്ങളിലും നിക്ഷേപിക്കുന്നതായിട്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ടൊരു വണ്ടി ഫോളോ ചെയ്ത് വന്നപ്പോഴാണ് ഈ പ്രദേശത്ത് ഈ പല സ്ഥലങ്ങളിലും ഇത്തരം മാലിന്യങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ടെന്ന് നമ്മൾക്ക് മനസ്സിലായത്. അതേ തുടർന്ന് വാഹനം ഞങ്ങൾ പിന്നീട് ഞങ്ങളുടെ നാട്ടിൽ തടയുകയും അതിൻ്റെ ലീഗൽ സാമ്പിളുകൾ PCBയെ കൊണ്ടെടുപ്പിക്കുകയും ഒരു സാമ്പിൾ PCB പരിശോധിക്കുകയും മറ്റു സാമ്പിൾ ഞങ്ങൾ പരിശോധിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൽ ഭീകരമായ രീതിയിൽ മാലിന്യങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതേ തുടർന്ന് ഇപ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ആ കമ്പനി പുതിയതായി എടുത്തിരിക്കുന്ന ആളുകൾക്ക് അത് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ള ഉത്തരവ് നൽകിയിട്ടുണ്ട്. അതിനെ തുടർന്ന് ഞങ്ങൾ ഈ പ്രദേശങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ഇത്തരം മാലിന്യങ്ങൾ കണ്ടെത്തണമെന്നും അത് ശാസ്ത്രീയമായി പരിശോധിച്ച് അതിൻ്റെ റിപ്പോർട്ടുകൾ പുറത്തു കൊണ്ടുവരണമെന്നും ഈ പ്രദേശങ്ങളിൽ നിന്ന് ഈ കമ്പനിയുടെ ചെലവിൽ തന്നെ ഇത്തരം മാലിന്യങ്ങൾ നീക്കം ചെയ്യണമെന്ന് ഞങ്ങൾ പരാതി നൽകിയിട്ടുണ്ട്. മാലിന്യം കയറ്റിക്കൊണ്ടുപോയ ലോറികൾ കഴിഞ്ഞ ഫെബ്രുവരി അവസാന വാരം എടയാറിൽ നാട്ടുകാരും പരിസ്ഥിതി പ്രവർത്തകരും തടഞ്ഞിരുന്നു. തുടർന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥരെത്തി സാമ്പിളുകൾ ശേഖരിച്ചു. ഇതിൽ നിന്നും നൽകിയിരുന്ന സാമ്പിൾ നാട്ടുകാർ ബോർഡിന്റെ അംഗീകൃത സ്വകാര്യ ലാബിൽ പരിശോധനയ്ക്ക് നൽകിയിരുന്നു. ഇതിന്റെ പരിശോധനാ ഫലത്തിലാണ് ഘനലോഹ മാലിന്യത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്. പൊതുവെ ശുദ്ധജലക്ഷാമം അനുഭവപ്പെടുന്ന തീരപ്രദേശമായ അഴീക്കോട് ഗുരുതരമായ പരിസ്ഥിതി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഘനലോഹ മാലിന്യം തള്ളിയത് നാട്ടുകാരിൽ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. പ്രദേശത്ത് നിലം നികത്തിയ മണ്ണ് മുഴുവൻ നീക്കം ചെയ്ത് സ്ഥലം പൂർവ്വസ്ഥിതിയിലാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 2023 12/3/2023 മുതൽ നികത്തലുമായി ബന്ധപ്പെട്ട് ഒരു 6 കുളം 92 സെൻറ്റ് സ്ഥലമാണെന്നാണ് ധാരണ. അതിൻ്റെ അകത്തൊരു 6 വലിയ കുളങ്ങളുണ്ടായിരുന്നു. കാലങ്ങളായിട്ട് ജനങ്ങൾ കുളിച്ചു വരുന്നൊരു സമാജക്കുളം എന്ന് പറഞ്ഞ കുളങ്ങളുണ്ടായിരുന്നു. ഏത് വ്യക്തികൾക്കും കൊടുങ്ങല്ലൂരുള്ള അഴീക്കോട് ഉള്ള ആൾക്കാർക്കായാലും അറിയപ്പെടുന്ന ഒരു കുളമായിരുന്നു സമാജക്കുളം എന്ന് പറഞ്ഞത്. മുമ്പ് കാലങ്ങളിൽ ഒരുപാട് പേര് വന്ന് കണ്ട് കുളിച്ചിരുന്ന കുളമൊക്കെയാണ്. അതൊക്കെ നികത്തണവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇവിടെ നികത്താൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു 125 പേര് ഒപ്പിട്ടും കാണിട്ട് കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു, RDOക്ക് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു, കൊടുങ്ങല്ലൂർ തഹസിൽദാർക്ക് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു, വില്ലേജ് ഓഫീസർക്ക് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു, എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റിക്ക് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു, MLA ടൈസൺ മാഷ്ക്ക് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുറ പോലെ അതിൻ്റെ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ടായിരുന്നു. ഒരു നികത്തിൽ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു, വില്ലേജ് ഓഫീസർ സ്റ്റേ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് പുറമെ ഇപ്പോൾ അവരെ തന്നെ ഈ പ്രോപ്പർട്ടിയുടെ വ്യക്തികളുടെ തന്നെ ജോലിക്കാരെ വെച്ച് കാണിട്ട് ആ കേസിന് എന്നിട്ട് അവർ ആ പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥരെ ജോലിക്കാരെ തന്നെ നിർത്തിക്കൊണ്ട് ഒരു കേസ് സുപ്രീം കോടതിയിൽ കേസ് കൊടുത്ത് ആ കേസിനൊരു വിധി നേടിയെടുത്തുകൊണ്ട് ഈ പ്രോപ്പർട്ടി നികത്താൻ വേണ്ടി കാണിട്ട് വിധി നേടിയെടുക്കുകയാണ് ചെയ്തത്. TCV കൊടുങ്ങല്ലൂർ.